ഈ ട്രീ കട്ടർ ചാനൽ അടച്ചുപൂട്ടേണ്ട സമയം എന്നോ കഴിഞ്ഞു എന്ന് നമ്മൾ ജനങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഒരു നാട്ടിൽ ദുരന്തം വരുമ്പോൾ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഓടിയെത്തേണ്ട ഒന്നാണ് മാധ്യമങ്ങൾ. എന്നാൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് അനാഥരായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടുന്ന പാവപ്പെട്ട മനുഷ്യന്മാരുടെ കണ്ണീരിൽ നിന്നും ചോര കുടിച്ച് റേറ്റിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? മാധ്യമ പ്രവർത്തകരെന്നോ അതോ വ്യാജ വാർത്തകളുടെ അന്തക വിത്തുകളെന്നോ? കേരളത്തിലുടനീളം സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ചാനലിന്റെ മൈക്കും കൊണ്ട് ചെന്ന് വർഗീയതയുടെയും കുത്തിത്തിരിപ്പിന്റെയും വിഷവിത്തുകൾ വിതറുന്ന ഇവന്മാരെ യഥാർത്ഥത്തിൽ ആരോടാണ് പണിയെടുക്കുന്നത്? ജനപ്രതിനിധിയായ MLA തോളിൽ കൈവച്ച് ഇങ്ങോട്ട് വാടാ കാണിച്ചു തരാമെന്ന് തെരുവിൽ ഒരുമാതിരി ഗുണ്ടകളെപ്പോലെ ഭീഷണിപ്പെടുത്തുന്ന റിപ്പോർട്ടർമാർ മുഖ്യമന്ത്രി കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ നടക്കുകയാണെന്ന് പച്ചക്കള്ളം തട്ടിവിട്ട് പിന്നീട് ചാനൽ മുറിയിൽ ഇരുന്ന് നിരങ്ങുന്ന ന്യൂസ് എഡിറ്റർമാർ മാധ്യമ സ്വാതന്ത്ര്യം എന്ന വ്യാജ മുഖംമൂടി അണിഞ്ഞ് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തങ്ങൾക്ക് ഇനിയും നമ്മൾ കൂട്ടുനിൽക്കണം. ട്രീ കട്ടർ ചാനലിന്റെ നിഷ്പക്ഷതയുടെയും കള്ളക്കളിയുടെയും യഥാർത്ഥ മുഖം ഇന്നിവിടെ നമ്മൾ വലിച്ചു കീറുകയാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ മലയാളിയും ഇത് പൂർണ്ണമായും കണ്ട് ഒന്ന് ചിന്തിക്കണം. ട്രീ കട്ടർ ചാനൽ അടച്ചുപൂടണമെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവിടുത്തെ ക്യാമറ കണ്ണുകൾ തിരിയുന്നത് വാർത്തകളെയല്ല, മറിച്ച് നാടിനെ എങ്ങനെ തളർത്താമെന്ന കുതന്ത്രങ്ങളെയാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കിയതിനിടയിൽ കയറി ചോര കുടിക്കുന്ന സ്വഭാവം. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിലാണ് ജില്ലാ ഭരണകൂടങ്ങളും ജനപ്രതിനിധികളും ചേർന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സജ്ജമാക്കുന്നത്. പെട്ടെന്നൊരു ദുരന്തമുഖത്തെത്തുമ്പോൾ ആദ്യത്തെ ഏതാനും മണിക്കൂറുകളിൽ ഭക്ഷണത്തിനോ കിടക്കാനോ ചില ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ചാനലുകാരൻ പാഞ്ഞെത്തുന്നത് ജനങ്ങളെ സഹായിക്കാനല്ല. ക്യാമ്പിലെ നൂറുകണക്കിന് ആളുകളിൽ അമർഷമുള്ള ഒന്നോ രണ്ടോ പേരെ ക്യാമറയ്ക്ക് മുന്നിൽ തള്ളിപ്പിടിച്ചിരുത്തി ഇവിടെ ആർക്കും ഭക്ഷണമില്ല, വെള്ളമില്ല, സർക്കാർ തോറ്റു എന്ന് ലൈവ് കൊടുത്ത് ലഹളയുണ്ടാക്കുക. ചങ്ങനാശ്ശേരിയിലെയും കോഴിക്കോട്ടെയും ക്യാമ്പുകളിൽ നടന്നത് ഇതൊക്കെയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും UDF LDF ജനപ്രതിനിധികളും വരെ ഈ കുത്തിത്തിരിപ്പിനെതിരെ ശബ്ദമുയർത്തേണ്ടി വന്നു. തങ്ങളുടെ ചാനലിന്റെ TRP കൂട്ടാൻ വേണ്ടി പ്രളയക്കെടുതിയിൽ കഴിയുന്ന പാവങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നൊരു മാധ്യമം എന്തിനാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്? ഒരു ഫീൽഡ് റിപ്പോർട്ടറുടെ കയ്യിൽ മൈക്ക് കിട്ടിയാൽ അയാൾക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണോ കേരളത്തിലുള്ളത്? ചങ്ങനാശ്ശേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രശ്നങ്ങൾ നേരിട്ടെത്തി പരിഹരിക്കാൻ ശ്രമിച്ച MLA വിനു ജോബിനോട് ഈ ചാനലിന്റെ റിപ്പോർട്ടർ പെരുമാറിയ രീതി കണ്ട ഏതൊരു മലയാളിയുടെയും രക്തം തിളയ്ക്കും. MLAയുടെ തോളിൽ കയറി പിടിച്ച് ധാഷ്ട്യത്തോടെ കൈ ചൂണ്ടി വിചാരണ ചെയ്യുന്നൊരു ജഡ്ജിയെ പോലെ പെരുമാറിയ ആ റിപ്പോർട്ടർ മാധ്യമപ്രവർത്തകൻ തന്നെയാണോ അതോ തെരുവ് ഗുണ്ടയാണോ? സ്റ്റുഡിയോയിലിരിക്കുന്നവരുടെ മൊട്ടയുടെ എല്ലാം നിർദ്ദേശം കേട്ടാണ് ഇവർ തെരുവിലിറങ്ങി ഈ ഗുണ്ടായിസം കാണിക്കുന്നത് എന്ന് തീർച്ചയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചൊരു ജനപ്രതിനിധിയോട് ഈ രീതിയിലാണ് പെരുമാറുന്നത് എങ്കിൽ സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥനോട് ഇവർ പെരുമാറ്റം എങ്ങനെയായിരിക്കും? പഴയ കാലത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ധാഷ്ട്യം കാണിക്കുന്നവന്മാരുടെ അവസ്ഥ എന്താവുമായിരുന്നു? അത് ഈ ബൈജുസ്വാമിയെ പോലുള്ള പ്രമുഖർ പരസ്യമായി ചോദിച്ചത് അതുകൊണ്ടൊക്കെയാണ്. ജനപ്രതിനിധികളുടെ മാന്യതയെ ബലഹീനതയായി കണ്ട് ശിരസിൽ കയറാൻ നോക്കുന്ന ഇത്തരം മാധ്യമ ഗുണ്ടകളെ തെരുവിൽ പ്രതിരോധിക്കേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു. ഈ ചാനലിന്റെ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളെല്ലാം ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുഖ്യമന്ത്രി VD സതീശൻ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്ത് നടക്കുകയാണെന്ന് സ്റ്റുഡിയോയിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞ ഇവരുടെ മൊട്ടസാറ് ഒടുവിൽ എന്താ കാണിച്ചത് എന്ന് നിങ്ങൾ അറിഞ്ഞു? VIP മൂവ്മെന്റ് രജിസ്റ്ററിൽ അങ്ങനെ കണ്ടു എന്നും പറഞ്ഞ് ഒടുവിൽ മാപ്പ് പറയാൻ പോലും ഉളുപ്പില്ലാതെ സ്വന്തം വിഡിത്തം ന്യായീകരിക്കാൻ സ്റ്റുഡിയോയിൽ ഇരുന്ന് കിടന്ന് നിരങ്ങുകയായിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെ ക്രോസ് ചെക്ക് ചെയ്യാതെ ആളുകളെ അപമാനിക്കാൻ വ്യാജ വാർത്തകൾ നിർമ്മിക്കുക, മുൻപ് മരമുറി കേസ് അട്ടിമറിക്കാൻ സമ്മതിക്കാതിരുന്നൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വ്യാജ പരാതി നൽകി ബലാത്സംഗ കേസിൽ പ്രതിയാക്കിക്കാൻ നോക്കിയ തട്ടിപ്പുകൾ വരെ ഈ ചാനലിന്റെ തലപ്പത്തുള്ളവർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തട്ടിപ്പുകാരും കേസ് പ്രതികളുമായ മുതലാളിമാർ നയിക്കുമ്പോൾ അവിടുത്തെ റിപ്പോർട്ടർമാർ ഗുണ്ടകളാകുന്നതിൽ ഒരു സംശയവും വേണ്ട. ട്രീ കട്ടർ ചാനൽ പോലെയുള്ള മഞ്ഞ മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടം തീർച്ചയായും അത് വളരെ വലുതാണ്. ദുരന്തങ്ങൾ വരുമ്പോൾ സ്വന്തം വീടും കുടുംബവും നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരുണ്ട്. എന്നാൽ എന്തിലും ഏതിലും കുറ്റം മാത്രം കണ്ട് ഒന്നും പോരാ, എല്ലാം വീഴ്ചയാണെന്ന് നിരന്തരം വിളിച്ചു പറയുമ്പോൾ പൊതുസമൂഹത്തിനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് അവർ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഈ മാധ്യമങ്ങൾ നമ്മളെ ചീത്ത വിളിച്ച് നാട്ടിക്കും. അതുകൊണ്ട് ഇനി ആരെയും സഹായിക്കാൻ പോകണ്ട എന്ന് ചിന്തിച്ച് ആത്മാർത്ഥതയുള്ള മനുഷ്യന്മാർ വരെ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകും?
സഹായം ചെയ്യുന്നവരുടെ മനസ്സ് തകർക്കുകയും പാവപ്പെട്ട ദുരിതബാധിതരെ മാധ്യമങ്ങളുടെ ഇരകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഈ ഒരു വിനാശകരമായ മാധ്യമ പ്രവർത്തനം ഇനിയും തുടരാൻ അനുവദിക്കാൻ പാടില്ല. കർണാടകയിലെ കേസുകളും അതുപോലെ ശിരൂർ ദുരന്തത്തിലെ തട്ടിപ്പുകളും ഇവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കർണാടകയിലെ ശിരൂരിൽ അർജുൻ എന്ന മലയാളി ഡ്രൈവർ അപകടത്തിൽപ്പെട്ടപ്പോൾ സ്വയം പ്രഖ്യാപിത ദുരന്ത വിദഗ്ധരെ വെച്ച് റേറ്റിംഗിന് വേണ്ടി നാടകം കളിച്ച് തിരച്ചിൽ ദൗത്യം പോലും തടസ്സപ്പെടുത്തിയവരാണവർ. ധർമ്മസ്ഥലയിൽ 100ഓളം പെൺകുട്ടികളെ കുഴിച്ചുമൂടി എന്ന പച്ചക്കള്ളം പറഞ്ഞ് കേസുണ്ടാക്കിയവരാണവർ. ഒടുവിൽ കർണാടകയിലെ പോലീസ് വരെ ഇവരെ പിടികൂടാൻ വല വീശി നടക്കുകയാണ്. എന്നിട്ടും കേരളത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞ് ഇവർ കാണിച്ചു കൂട്ടുന്ന അനാചാരങ്ങൾക്ക് അതിനു മുന്നിൽ നിയമവും ഗവൺമെന്റും എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നതാണ് മനസ്സിലാവാത്തത്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമത്തിന് അതീതരാണോ? ഈ ഒരു ട്രീ കട്ടർ ചാനൽ പൂട്ടിപ്പോകേണ്ട സമയം എന്നോ കഴിഞ്ഞു എന്ന് നമ്മൾ പറയേണ്ടത് വെറുതെയല്ല. പാവപ്പെട്ടവരുടെ കണ്ണീരിൽ നിന്നും പണം ഉണ്ടാക്കുന്ന, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന, ജനപ്രതിനിധികളെ ഭീഷണിപ്പെടുത്തുന്ന ഇത്തരം മാധ്യമ മാലിന്യങ്ങളെ മലയാളി സമൂഹം ബഹിഷ്കരിച്ചേ മതിയാകൂ. നമുക്ക് വേണ്ടത് നാടിന് ഉപകാരപ്പെടുന്ന സത്യസന്ധമായ മാധ്യമ പ്രവർത്തനമാണ്, അല്ലാതെ തെരുവിൽ അനാവശ്യമായി ലഹളയുണ്ടാക്കുന്ന മാധ്യമ ഗുണ്ടായിസമല്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ കണിശമായ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഈ മഞ്ഞ മാധ്യമങ്ങളുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.